ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഏത്തയ്ക്ക റോസ്റ്റാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി, നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ എള്ള്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, ജസ്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ച് ഒരു മാവാക്കി എടുക്കണം. ഇതിലേക്ക് ഞാൻ മുട്ടവെള്ളം ചേർക്കാൻ മറന്നുമായിരുന്നു. ഞാനൊരു മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് നല്ല തിക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കി അരിച്ചെടുക്കാം. അതിനകത്ത് കല്ലും മണ്ണും ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അതേ ചട്ടിയിലോട്ട് തന്നെ അതൊഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് ശർക്കരയ്ക്ക് 2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമുക്കിനി ഇത് ശർക്കരയൊക്കെ തേങ്ങയെ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നോളം വരെ നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കശുവണ്ടിയും കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലെ അടി പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീയൊക്കെ ഒരു മീഡിയം വെച്ചാൽ മതിയാവും. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അവലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തീരെ നൈസായിട്ടുള്ള അവൽ ചേർക്കാതെ കുറച്ച് കട്ടിയുള്ള അവൽ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ അങ്ങോട്ട് ഉണങ്ങിപ്പോകാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ അവലൊക്കെ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4-5 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴം തന്നെ നമ്മൾ ഇതിന് യൂസ് ചെയ്യണം. എങ്കിലേ നമ്മുടെ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവശം ഒന്ന് കീറി ഒരു ചെറിയ പോക്കറ്റ് പോലെ ആക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ നടുഭാഗം എടുത്ത് മാറ്റുമ്പോൾ ഇത് മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അപ്പോൾ അതിൻ്റെ നാരും കുരുക്കളും അടങ്ങിയ ആ ഭാഗമാണ് നമ്മൾ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ ഇതിപ്പോൾ നല്ല ഒരു പോക്കറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ പഴവും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിംഗ് ഒന്ന് നന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇത് ഫില്ല് ചെയ്യുമ്പോൾ പഴം പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് വേണം അത് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി എല്ലാം ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇതിൻ്റെ 2 അറ്റം ആദ്യമേ നിറച്ച് കൊടുത്തതിന് ശേഷം നടുഭാഗം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. കുറച്ച് ടൈറ്റായിട്ട് വേണം ചെയ്തെടുക്കാൻ. പഴം പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട് വറക്കുമ്പോൾ അതിലെല്ലാം സ്പ്രെഡാവും. ഇപ്പം ഞാൻ എല്ലാ പഴവും ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിന് വേണ്ട എണ്ണയൊന്ന് ചൂടാക്കി എടുക്കാം.
ഇനി ഇതൊന്ന് ചൂടായി വരുന്ന നേരം കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പഴമെല്ലാം ഒന്ന് മാവിൽ നന്നായിട്ട് മുക്കി കോട്ട് ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് കവറായിരുന്ന പോലെ മാവ് പുരട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെയുള്ളൊരു വലിയ പാത്രത്തിൽ ഇട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം, ഇല്ലെങ്കിൽ നമ്മുടെ പഴം ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടായൊന്ന് നോക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാവിൽ മുക്കി വെച്ചിരിക്കുന്ന പഴങ്ങൾ ചേർത്ത് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഈ പഴം എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തീ ഒന്ന് താത്തി വെക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പഴത്തിൻ്റെ ഉള്ളിൽ വേകാതെയും പുറം ഭാഗമെല്ലാം കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പം തീ എപ്പോഴും താത്തി വെക്കണം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് നേരം എടുക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഞാനിവിടെ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴം നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബനാന റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.